ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തതിനാലാകുന്നു ദൈവത്തോട് മനുഷ്യർ മത്സരിക്കുന്നത്. ദൈവത്തെ അടുത്തറിയുവാൻ, അവൻ്റെ സ്നേഹം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പൻ്റെ മടിയിൽ കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുള്ള മകൻ അപ്പനോട് പറഞ്ഞു, നമുക്ക് തമ്മിൽ ഒരു ഗുസ്തി പിടിച്ചാലോ? ആരാ ജയിക്കുന്നത് എന്ന് കാണാമല്ലോ. അപ്പൻ വെല്ലുവിളി സ്വീകരിച്ചു. മകൻ അപ്പൻ്റെ കൈകൾ പിടിച്ച് തിരിച്ചു തള്ളിയപ്പോൾ അപ്പൻ അറിഞ്ഞുകൊണ്ട് താഴെ വീണു. അപ്പോൾ മകൻ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, ഇതേ എല്ലാവരും കണ്ടോ, ഞാൻ അപ്പനെ തോൽപ്പിച്ചു, എനിക്കാണ് ബലം കൂടുതൽ. തറയിൽ കിടന്നുകൊണ്ട് അപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അവൻ എന്നെ തോൽപ്പിച്ചു. എല്ലാവരും ചിരിച്ചു. ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യനെ നോക്കി ദൈവവും പറയുന്നത് ഇതുതന്നെയാണ്. മനുഷ്യൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അവൻ ദൈവത്തെ തോൽപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രതികരണം എന്താണ്? ഇന്ന് നാം 2-ാം സങ്കീർത്തനമാകുന്നു ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സങ്കീർത്തനം, 2-ാം സങ്കീർത്തനം എടുത്താട്ടെ. ഇവിടെ 2-ാം സങ്കീർത്തനത്തിൽ നാം ക്രിസ്തുവിനെയാണ് ധ്യാനിക്കുന്നത്. അവനെ സകല ജാതികൾക്കും രാജാവാക്കിയിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്നും ക്രമമനുസരിച്ച് ഇത് 2-ാം സങ്കീർത്തനമാണെന്നും പുതിയ നിയമത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത അതിൻ്റെ ശരിയായ ക്രമീകരണമാണ്. 1-ാം സങ്കീർത്തനം പൂർണ്ണ മനുഷ്യനെ, അതായത് സന്തുഷ്ടനായ ഭാഗ്യവാനായ മനുഷ്യനെ വെളിപ്പെടുത്തുന്നു. 1-ാം സങ്കീർത്തനത്തിലെ ഭാഗ്യവാനായ മനുഷ്യന് വിപരീതമായി 2-ാം സങ്കീർത്തനത്തിൽ നാം മത്സരിക്കുന്ന മനുഷ്യനെയാണ് കാണുന്നത്. സങ്കീർത്തന പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ് ഈ ഭാഗത്തെ നാം വിളിക്കുന്നത്. ഇവിടെ കാണുന്ന സാമ്യം ഉൽപ്പത്തിയിലേതുമായി വളരെ ശ്രദ്ധേയമാണ്. ഉൽപ്പത്തി പൂർണ്ണ മനുഷ്യനോടെയാണ് ആരംഭിക്കുന്നത്. സന്തുഷ്ടനായ മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നാം കാണുന്നു. എന്നാൽ അവൻ മത്സരമുള്ള, ശത്രുതയുള്ള മനുഷ്യനായി തീർന്നു. അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകന്നുപോയി. ദൈവത്തെ അവൻ അന്വേഷിക്കുന്നില്ല, അതിനുള്ള താല്പര്യവുമില്ല. ഇവിടെ 2-ാം സങ്കീർത്തനത്തിൽ ആദാമിൻ്റെ മക്കളെ, മനുഷ്യവർഗത്തെയാണ് നാം കാണുന്നത്. 2-ാം സങ്കീർത്തനത്തെ യുഗങ്ങളുടെ നാടകം എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെയും ശക്തികളുടെയും അനന്തരഫലം എന്തായിരിക്കും എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമതായി ഭൂമിയിലെ ജനങ്ങളുടെ ശബ്ദം നാം കേൾക്കുന്നു. കൊച്ചു മനുഷ്യൻ സംസാരിക്കുന്നതും തൻ്റെ ഭാഗം അഭിനയിക്കുന്നതും നാം കാണുന്നു. തുടർന്ന് സ്വർഗത്തിലെ രംഗമാണ്. പിതാവായ ദൈവം സംസാരിക്കുന്നതായി നാം കേൾക്കുന്നു. അതിനുശേഷം പുത്രനായ ദൈവം സംസാരിക്കുന്നു. വീണ്ടും ഭൂമിയിലെ രംഗമാണ്. പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഭൂമിയിലെ രംഗം, മനുഷ്യജാതിയുടെ ശബ്ദം. ആദ്യമായി മനുഷ്യജാതിയെ നാം ദർശിക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ ഈ ചോദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായുള്ളത് നിരൂപിക്കുന്നതുമെന്ത്? ജാതികൾ കലഹിക്കുന്നതിന് കാരണമെന്താണ്? വംശങ്ങൾ അഥവാ യഹൂദന്മാർ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് എന്തുകൊണ്ട്? വ്യർത്ഥമായതെന്നാൽ ശൂന്യമായത് എന്നാണ് അർത്ഥം. ജാതികളെ കലഹിപ്പിക്കുകയും മനുഷ്യജാതിയെ ഒരു വലിയ ജനമുന്നേറ്റമാക്കി ഒരുമിപ്പിക്കുന്നതും ഒരിക്കലും ഫലപ്രാപ്തിയിൽ എത്തുകയില്ല എന്നാണ് ഇതിനർത്ഥം. മനുഷ്യജാതിയുടെ ഈ കൂടിവരവ് അർത്ഥശൂന്യവും വ്യർത്ഥവുമാണ്. എന്തിനെപ്പറ്റിയാണ് പറയുന്നത് എന്ന് നോക്കാം. 2-ാം വാക്യം, യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ രാഷ്ട്രീയമായ ഭരണകർത്താക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്, അധിപതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് മതഭരണാധിപന്മാരെ കുറിച്ചാണ്. ഈ
ബഹുജന പ്രതിഷേധത്തിൽ ജനസമൂഹമുണ്ടെന്ന് മാത്രമല്ല, സംഘടനകളും ഇതിൽ ചേർന്നിരിക്കുന്നു. മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭരണാധികാരികളും ചേർന്നിരിക്കുന്നു. എന്തിനോടാണ് അവർ എതിർക്കുന്നത്? അവർ ആർക്കാണ് എതിരായിരിക്കുന്നത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായിട്ടാണ് ഇവരൊക്കെയും കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അഭിഷക്തൻ എന്നതിൻ്റെ അർത്ഥം മശിഹ എന്നാണ്. എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്. ഗ്രീക്ക് പുതിയ നിയമത്തിൽ അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ക്രിസ്തോസ് എന്നുള്ളത്. ഇംഗ്ലീഷിൽ ക്രൈസ്റ്റ് അഥവാ ക്രിസ്തു എന്നും. ദൈവത്തിനും ക്രിസ്തുവിനും എതിരായി ആഗോള വ്യാപകമായ ഒരു സംഘടിത ശക്തിയാണ് നാം ഇവിടെ കാണുന്നത്. എപ്പോഴാണ് ഈ നീക്കം ആരംഭിച്ചത്? തിരുവചനത്തിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായത്തിൽ അവിടെ ഈ ഒന്നാമത്തെ പീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പത്രോസും യോഹന്നാനും ഭീഷണികളെ നേരിട്ട ശേഷം മടങ്ങി വന്ന് സഭയ്ക്ക് റിപ്പോർട്ട് നൽകി എന്ന് നാം കാണുന്നു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിക്കും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, നീ ദൈവമാകുന്നു എന്ന് അവർ പറയുന്നു. ഇന്ന് സഭകൾക്ക് നിശ്ചയമില്ലാതായി തീർന്നിരിക്കുന്ന കാര്യമാണിത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് അത്രേ. കർത്താവ് ദൈവമാകുന്നു എന്ന് പലർക്കും നിശ്ചയമില്ല. ആദിമ സഭയ്ക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ. ഇവിടെ അവർ 2-ാം സങ്കീർത്തനത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. യേശുവിനെ കൊല്ലുവാൻ പീലാത്തോസ് പണ്ട് മത നേതാക്കന്മാരോടൊപ്പം ഹേരോദാവിനോടും ചേർന്നപ്പോൾ ഈ സംഘടിത എതിർപ്പിൻ്റെ ആരംഭമായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. ദൈവത്തിനും ക്രിസ്തുവിനും എതിരായി നൂറ്റാണ്ടുകൾ പിന്നിട്ട് വന്ന സംഘടിത എതിർപ്പാണിത്. അവസാനം ഇത് ദൈവത്തിനും ക്രിസ്തുവിനും എതിരായുള്ള ഒരു ആഗോള വിപ്ലവമായി പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ഒരു ദിശയിലേക്കല്ല ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അപ്രകാരമാണ് ഞാൻ ചിന്തിക്കുന്നത്. ലോകം ഒരു വിധത്തിൽ കൂടുതൽ നന്നായിക്കൊണ്ടിരിക്കുന്നു, അതേസമയം തന്നെ ലോകം കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യവും ശരി തന്നെ. കോതമ്പിൻ്റെയും കളയുടെയും ഉപമയിൽ കർത്താവായ യേശു പറഞ്ഞത് ഇതുതന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വിതയ്ക്കുന്നവൻ താൻ തന്നെയാണെന്ന് യേശു കർത്താവ് പറഞ്ഞു. അവൻ ലോകത്ത് വിത്ത് വിതയ്ക്കുകയാണ്. ഒരു ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു, എന്നിട്ട് പോയി. ദാസന്മാർ പോയി ഈ കള പറിച്ചു കളയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നമ്മിൽ പലരും ഇതുപോലെ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം കള പറിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല എന്ന് നാം മനസ്സിലാക്കണം. നാം മറ്റുള്ളവരെ നന്നാക്കുന്നതിന് പകരം നമ്മെ തന്നെ നന്നാക്കുക. ദൈവം മറ്റുള്ളവരുടെ കാര്യം നോക്കിക്കൊള്ളും. എന്താണ് യേശു പറഞ്ഞത്? ഗോതമ്പ് വളരുന്നു, കളയും വളരുന്നു, അവ രണ്ടും ഒന്നിച്ചു വളരട്ടെ. വേർതിരിക്കുന്ന കാര്യം കർത്താവ് തന്നെ ചെയ്തുകൊള്ളുമെന്ന്. ആ കാര്യം അവൻ ചെയ്തോളും. ഇന്നും നന്മ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ലോകചരിത്രത്തിൽ എന്നത്തെക്കാളും അധികം സുവിശേഷ ഘോഷണവും വേദപുസ്തക പഠനവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി തന്നെ എത്രയെത്ര റേഡിയോ നിലയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മുൻപ് ഉണ്ടായിട്ടുള്ളതിനേക്കാൾ അധികമായി ദൈവവചനം ലോകത്തിലേക്ക് ഇന്ന് ചെന്നുകൊണ്ടിരിക്കുന്നു. ഗോതമ്പ് വളരുന്നു, എന്നാൽ കളയും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന കാര്യം നാം മറക്കരുത്. തിന്മ വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിനും ക്രിസ്തുവിനും എതിരായി അവിശ്വസനീയമാം വിധം ശത്രുത വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലോകത്ത് നിരീശ്വരത്വം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പുരാതന ലോകത്ത്, ജാതീയ ലോകത്ത് ഒരു ജനത പോലും നിരീശ്വരവാദികളായിരുന്നില്ല എന്നോർക്കണം. നേരെ മറിച്ച് അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നതാണ് വാസ്തവം. നിരീശ്വരത്വം ആർക്കും അന്നുണ്ടായിരുന്നില്ല. നോഹയുടെ കാലത്ത് ഇതുപോലെ നിരീശ്വരത്വം കാണുവാൻ സാധിക്കത്തില്ല. അന്ന് വഷളത്വം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ ആരും തന്നെ നിരീശ്വരവാദിയായിരുന്നില്ല. ദൈവം 10 കൽപ്പന നൽകിയപ്പോൾ നിരീശ്വരവാദത്തിനെതിരായി യാതൊരു കൽപ്പനയും നൽകിയില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ
ബഹുദൈവ വിശ്വാസത്തിനെതിരായി 2 കൽപ്പനകൾ ദൈവം അന്ന് കൊടുത്തു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുതെന്ന്. ഈ 2 കൽപ്പനകളും ബഹുദൈവ വിശ്വാസത്തിനെതിരായി ദൈവം നൽകിയതാണ്. എന്നാൽ നിരീശ്വരത്വത്തിനെതിരായി യാതൊരു കൽപ്പനയും നൽകിയില്ല. കാരണം അന്ന് യാതൊരു നിരീശ്വരവാദിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദിൻ്റെ കാലത്ത് വരുമ്പോൾ നിരീശ്വരവാദികളെ നമുക്ക് കാണുവാൻ കഴിയും. അന്ന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാതിരുന്ന അനേകർ ഉണ്ടായിരുന്നു. ദാവീദ് ഇവരെ മുദ്രയടിക്കുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാണ്. എബ്രായ ഭാഷയിൽ മൂഢൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥിരബുദ്ധിയില്ലാത്തവൻ അഥവാ ബുദ്ധിഭ്രമം പിടിച്ചവൻ എന്നാണ്. ദാവീദ് സ്ഥിരബുദ്ധിയില്ലാത്തവനാണ് നിരീശ്വരവാദി എന്നത്ര പറയുന്നത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞുകളക. മനുഷ്യ കുടുംബത്തിൽ ദൈവം വച്ചിരിക്കുന്ന ചില കെട്ടുകൾ ഉണ്ട്. അവയിലൊന്ന് വിവാഹമാണ്. മനുഷ്യരുടെ നന്മയ്ക്കായി ദൈവം വിവാഹത്തെ അനുഗ്രഹിച്ച് നൽകി. താങ്കളൊരു വിശ്വാസിയോ അവിശ്വാസിയോ ആര് തന്നെ ആയിരുന്നാലും ദൈവം മനുഷ്യജാതിക്ക് നൽകിയതാണ് വിവാഹം എന്ന കാര്യം മറക്കരുത്. ഇന്ന് വിവാഹ ജീവിതത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് ഇഷ്ടം പോലെ ജീവിക്കുവാനുള്ള വ്യഗ്രത സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും നാം കണ്ടുവരുന്നു. വിവാഹം ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതനുസരിച്ച് മുൻപോട്ട് പോകണമെന്ന് ദൈവം മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ പറയുന്നു, നാം അവരുടെ കെട്ടുകളെ പൊട്ടിക്കുക എന്ന്. തുടർന്ന് അവൻ പറയുന്നത് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക എന്നത്രേ. 10 കൽപ്പനകളാണ് കയറുകൾ. നമുക്ക് 10 കൽപ്പനകൾ ആവശ്യമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. അവ ആചരിക്കുന്നത് കൊണ്ടല്ല നമുക്ക് രക്ഷ ലഭിക്കുന്നത്. എന്നാൽ അവ ദൈവം നൽകിയവയും മനുഷ്യരുടെ സംരക്ഷണത്തിനായി നൽകപ്പെട്ടവ ആകുന്നു എന്നോർക്കണം. ഇന്നത് എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദേശങ്ങളിൽ നിയമനിഷേധവും അസ്വസ്ഥതയും വർദ്ധിച്ചു വരുന്നതായി നാം കണ്ടുവരുന്നു. നിയമങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കിയിരുന്നെങ്കിൽ അനേക കുറ്റങ്ങളിൽ നിന്ന് നാം ഒഴിവുള്ളവർ ആയിരുന്നേനെ. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക എന്ന തത്വസംഹിത പ്രബലപ്പെട്ടു വരുന്ന ഒരു കാലയളവിൽ അത്ര നാം ജീവിക്കുന്നത്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഇഷ്ടം പോലെ ജീവിക്കണമെന്നാണ് മുറവിളിയില്ലേ? അങ്ങനെ ആയിരിക്കുക സാധ്യമല്ല എന്ന് ദൈവം പറയുന്നു. അത് നടക്കുന്ന കാര്യമല്ല. കടിഞ്ഞാണിട്ട് സൂക്ഷിക്കപ്പെടേണ്ട ചില പഴയ സ്വഭാവങ്ങൾ നമ്മിലുണ്ട്. എന്നാൽ എല്ലാ കടിഞ്ഞാണുകളും പൊട്ടിച്ച് ഇഷ്ടം പോലെ നടക്കുവാനുള്ള ആഗ്രഹമാണ് ഇന്ന് മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്. നാം ചുറ്റുപാടും നോക്കിയാൽ എല്ലായിടത്തും അസ്വസ്ഥത മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയ രംഗത്ത് കുഴപ്പങ്ങൾ മാത്രം കാണുന്നു. ധാർമ്മിക രംഗത്ത് അഴിമതികൾ കാണുന്നു. ആത്മീയ ഗോളത്തിൽ അവഗണനാ മനോഭാവവും വിട്ടുവീഴ്ചയുമാണ് നാം കാണുന്നത്. സാമൂഹ്യ രംഗങ്ങളിൽ സുഖലോലുപത്വം, അതിനുവേണ്ടിയുള്ള വ്യഗ്രത നാം കാണുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇത് നമ്മിൽ ചിലരെയെങ്കിലും അസ്വസ്ഥരാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. രണ്ടാം സങ്കീർത്തനത്തിലെ ആദ്യത്തെ രംഗമായ ഭൂമിയിലെ കാര്യങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത്. കലഹിക്കുകയും വ്യർത്ഥമായി നിരൂപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്ന് കാണും. എങ്ങനെയുള്ള ചിരിയാണിത്? ഏതോ തമാശ കേട്ടിട്ടുള്ള ചിരി അല്ല ഇത്. തിരുവചനത്തിൽ നർമ്മഭാവങ്ങളുണ്ട്. സന്തോഷകരമായ ഒരു ജീവിതം നാം നയിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഇത് നർമ്മരസപ്രധാനമായ ചിരി അല്ലെങ്കിലും വലിയൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നമുക്ക് ഇതിനെ നോക്കാം. കൊച്ചു മനുഷ്യൻ അവൻ്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നു, വാ, വരിക, എന്നോട് യുദ്ധം ചെയ്യുക, ഞാൻ നിനക്കെതിരാണ്. കൃമിയായ മനുഷ്യനെ ദൈവം
കുനിഞ്ഞു നോക്കുന്നു. ഇത് തികച്ചും വികടമായ തെറ്റായ കാര്യമാണ്. അത് ബുദ്ധികെട്ട കാര്യമാണ്. ദൈവം കുനിഞ്ഞു നോക്കി ചിരിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. ദൈവത്തിനെതിരായി നിൽക്കുന്ന മനുഷ്യൻ അധികകാലം നിലനിൽക്കുകയില്ല എന്ന കാര്യം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോട് മറുതലിക്കുന്നത്, അവനോട് എതിരിടുന്നത് എത്ര ബുദ്ധിഹീനമായ കാര്യമാണ്. ഈ കാര്യം ദൈവമക്കൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഒരു വിധത്തിലും നാം പ്രതികാരം ചെയ്യരുത്. ഈ വഴിക്ക് മുൻപോട്ട് നീങ്ങരുത്. 5-ാം വാക്യത്തിൽ, അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. ഈ ഭൂമിയുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധി ഇതാണ്. ദൈവത്തിൻ്റെ പരിപാടിയെ മനുഷ്യൻ്റെ ഈ വിരോധം എങ്ങനെയാണ് ബാധിക്കുന്നത്? ദൈവം തൻ്റെ ഉദ്ദേശ നിവൃത്തിയിൽ മുൻപോട്ട് പോകുന്നു. കൊച്ചു മനുഷ്യൻ ഇവിടെ ചെയ്യുന്ന യാതൊന്നും ദൈവിക പരിപാടിയെ വ്യതിചലിപ്പിക്കുന്നതിനോ തടസ്സപ്പെടുത്തുന്നതിനോ പര്യാപ്തമാകുന്നില്ല. മനുഷ്യൻ്റെ യാതൊരു പ്രവർത്തനവും ദൈവത്തെ ഒട്ടും അതിശയിപ്പിക്കുന്നില്ല. അവൻ അറിയാൻ പാടില്ലാത്ത യാതൊന്നും ഇവിടെ നടക്കുന്നുമില്ല. തൻ്റെ ഉദ്ദേശം നിവർത്തിച്ചുകൊണ്ട് ദൈവം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് ഈ ലോകത്തിൽ 2 വിധ ഉദ്ദേശങ്ങളാണ് ഉള്ളത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിനൊരു സ്വർഗീയമായ ഉദ്ദേശവും ഒരു ഭൗമികമായ ഉദ്ദേശവുമുണ്ട്. ഇപ്പോൾ ദൈവം തൻ്റെ സ്വർഗീയമായ ഉദ്ദേശം നിവർത്തിച്ചുകൊണ്ടാണിരിക്കുന്നത്. എബ്രായ ലേഖന എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. എബ്രായർ 2:10 ഞാൻ വായിച്ചത്. ഇന്ന് ദൈവം തൻ്റെ നാമത്തിനായി ഒരു ജനത്തെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചുകൊണ്ടാണിരിക്കുന്നത്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശം. എന്നിരുന്നാലും ദൈവത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 6-ാം വാക്യം, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. യാതൊരു വ്യതിചലനവും കൂടാതെ, വിട്ടുവീഴ്ച കൂടാതെ ദൈവം ഇന്ന് യേശുക്രിസ്തു ഇരുന്ന് ഈ ഭൂമിയെ വാണരുളേണ്ടതിന് ആ സിംഹാസനത്തിൻ്റെ സ്ഥാപനവുമായി മുന്നോട്ട് പോകുന്നു. യേശുക്രിസ്തു തൻ്റെ വരവ് താമസിപ്പിച്ചാലോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എവിടെ നിന്നാണ് ഈ ആശയം ലഭിച്ചത്? അവൻ യാതൊന്നും താമസിപ്പിക്കുന്നില്ല. അവൻ തക്ക സമയത്ത് പരിപാടി അനുസരിച്ച് തന്നെ മടങ്ങി വരും. അവൻ്റെ പരിപാടി അനുസരിച്ചാണ്, എൻ്റെ പരിപാടി അനുസരിച്ചല്ല അവൻ വരുന്നത്. കാരണം അവൻ എപ്പോൾ വരും എന്നെനിക്കറിയില്ല. അവൻ തക്ക സമയത്ത് തന്നെയാണ് തൻ്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ പരിപാടിയും പദ്ധതിയും തടസ്സപ്പെടുത്തുന്നതിനോ വ്യത്യാസപ്പെടുത്തുന്നതിനോ യാതൊരു ശക്തിക്കും കഴിയില്ല എന്നോർക്കണം. തുടർന്ന് പുത്രനായ ദൈവത്തെ കേന്ദ്രീകരിച്ചാണ് രംഗം നാം കാണുന്നത്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന പുത്രനായ ദൈവം. പുത്രനായ ദൈവം പറയുന്നു, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും നടപ്പിൽ വരുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. 7-ാം വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യം നാം കാണുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ഈ വാക്യത്തിന് യാതൊരു ബന്ധവുമില്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു ചെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൻ്റെ വ്യാഖ്യാനം നൽകിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. അന്ത്യോക്യയിലെ പിസിദ്ധ്യയിൽ പ്രസംഗിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യം ഉദ്ധരിക്കുകയുണ്ടായി. അത് പൗലോസ് അപ്പോസ്തലൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. 2-ാം സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ ജനനത്തെ അല്ല സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ആരംഭമുണ്ട് എന്ന രീതിയിൽ യേശുവിനെ ഒരിക്കലും ജനിപ്പിച്ചതല്ല. നേരെ മറിച്ച് ഇത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു യോസഫിൻ്റെ കല്ലറയിൽ നിന്ന് ജനിച്ചു വന്നു. യേശു ദൈവത്തിൻ്റെ നിത്യനായ പുത്രനും ദൈവം നിത്യനായ പിതാവുമാണ്. ഒരു നിത്യനായ പുത്രനെ കൂടാതെ നിത്യനായ പിതാവില്ല. അവർ നിത്യത മുഴുവൻ ഇപ്രകാരമായിരുന്നു. തൃത്വത്തിൽ അവരുടെ സ്ഥാനം ഇതാണ്. എന്തെങ്കിലും ജനിക്കുന്നതിനോട് ഇതിന് യാതൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് മരിച്ചവരിൽ നിന്ന് ജനിച്ചു വന്നതിനോടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്നു.
യേശുക്രിസ്തു സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ലെന്ന് പുതിയ നിയമം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവൻ ദൈവവും മനുഷ്യനുമാണ്. 2 സങ്കീർത്തനം 7 വാക്യം ഈ ഉപദേശമാണ് സ്ഥിരീകരിക്കുന്നത്. പിതാവായ ദൈവം തുടർന്ന് പറയുന്നു 8 വാക്യത്തിൽ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഈ ലോകത്തിൻ്റെ ചെങ്കോൽ, അതെ, അത് ആണി തുളയ്ക്കപ്പെട്ട കരങ്ങളുള്ള ഒരുവൻ പിടിക്കും. അവനാണ് ഭരണം നടത്തേണ്ടവൻ. ഈ വാക്യം പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള ആഹ്വാനമായി അനേകം ആളുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു കാര്യമായി ഞാൻ ഇതിനെ കാണുന്നില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, 9 വാക്യം, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഇതാണ് നാം ഇന്ന് പ്രസംഗിക്കേണ്ട ദൈവകൃപയുടെ സുവിശേഷം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ല. ഈ വാക്യങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവുമായി യാതൊരു ബന്ധവുമില്ല. ഇത് അവൻ്റെ 2-ാമത്തെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവന് ന്യായം വിധിക്കുവാനായി ഭൂമിയിലേക്ക് വരുന്ന ആ വരവ്, അതത്ര ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ വിധത്തിലാണ് അവൻ 2-ാമത് വരുന്നത്, ഭൂമിയെ ന്യായം വിധിക്കുവാൻ. അവൻ പറയുന്നത് താൻ ഈ ഭൂമിയിൽ വന്ന് തനിക്കെതിരായി ആരംഭിച്ചിരിക്കുന്ന ശത്രുത അവസാനിപ്പിക്കുമെന്നാണ്. അവൻ അവരെ ഇരുമ്പുകോൽ കൊണ്ട് തകർക്കും. ഒരുപക്ഷെ താങ്കൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല അത്. എന്നാൽ താൻ അപ്രകാരം ചെയ്യാൻ പോകുന്നു എന്നത്രേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എതിർ ശക്തികളെ ഇരുമ്പുകോൽ കൊണ്ട് തകർത്ത ശേഷമേ അവൻ അധികാരം ഏറ്റെടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവം പറഞ്ഞിരിക്കുന്നതായ രീതിയിൽ തന്നെ കർത്താവ് 2-ാമത് വരും. അങ്ങനെ വരൂ. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രസ്താവന തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ നിർദ്ദേശിക്കുന്നത് പോലെ അവൻ ഭരണമേൽക്കണമെങ്കിൽ അത് നടക്കുമോ? 1900 വർഷങ്ങൾക്ക് മുൻപ് അവൻ ഗലീലയിലെ നസറേത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു തച്ചനായി വന്നതുപോലെ നാളെ വീണ്ടും ഭൂമിയിലേക്ക് വന്നെന്നാൽ ലോകം ഭരണം അവന് വിട്ടുകൊടുക്കുമോ? അവൻ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ചെന്ന് അധികാരികളുടെ വാതിൽക്കൽ മുട്ടി എന്നിരിക്കട്ടെ. അപ്പോൾ അധികാരത്തിലുള്ളത് ആരുമായിക്കൊള്ളട്ടെ, ഉടനെ താക്കോലെടുത്ത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇതാ സകല ഭരണവും ഏറ്റെടുത്താലും എന്ന് പറയുമോ? ഒരിക്കലുമില്ല. അവർ അവനെ അടുത്ത ദിവസം ജയിലിലടയ്ക്കും. ലോകത്തിലെ പല രാജ്യങ്ങളെയും അവൻ എങ്ങനെ നേടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ തകർക്കണം. വാസ്തവത്തിൽ അവൻ ചെയ്യുവാൻ പോകുന്നതും അതുതന്നെയാണ്. ഓരോ രാജ്യത്തിൻ്റെ സ്ഥിതി നിങ്ങൾ പരിശോധിക്കൂ. എന്തിനധികം സഭയുടെ നേതൃത്വം കർത്താവിന് അത് വിട്ടുകൊടുക്കുമോ? കർത്താവേ, നീ നേരത്തെ എന്തിനാ വന്നത്? ഞങ്ങൾ അങ്ങോട്ട് ഭരണം തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് സഭാ നേതൃത്വം പറയും. കർത്താവിന് നേതൃത്വം കൊടുക്കുവാൻ തയ്യാറുള്ളവരായിരുന്നെങ്കിൽ ഈ വടംവലി എന്തിനാണ്? ഞാൻ അല്പം കൂട്ടിപ്പറയുന്നു. ഈ പറഞ്ഞതുപോലൊന്നുമല്ല എല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അധികാരം നൽകുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ചോദിക്കുവാനുള്ളത്, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അവനെ ഇപ്പോൾ കൈക്കൊള്ളുന്നില്ല? കർത്താവ് പറഞ്ഞതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതിനാലല്ലേ ഇന്നത്തെ ഈ കടിപിടിയെല്ലാം നാം കാണുന്നത്? അതെ, അവൻ 2-ാമത് ഭൂമിയിൽ വരുമ്പോൾ എതിർ ശക്തികളെ തകർത്ത് ഇല്ലാതാക്കും. ഞാനും നിങ്ങളും ന്യായവിധി ദിവസത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയിലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിന് എല്ലായ്പ്പോഴും ലോക ഭരണാധിപന്മാരോട് പറയുവാൻ ഒരു ദൂതുണ്ടായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുരാതന മിസ്രയീം ദേശത്ത് ആ ഫറോ ഭരണം നടത്തിയിരുന്നു. അപ്പോൾ ഒരു യുവാവ് തടവിലുണ്ടായിരുന്നു. ദൈവം അവനെ കാരാഗ്രഹത്തിൽ കാത്തു സൂക്ഷിച്ചത് ലോകത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അവനെ ഫറവോൻ്റെ പ്രധാനമന്ത്രിയാക്കി കൊണ്ടുവരുന്നതിനായിരുന്നു. ആ വിധത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ വലിയ ലോകശക്തിയായ ബാബേൽ സാമ്രാജ്യം ഉടലെടുത്തപ്പോൾ നെബൂഖദ്നേസറിനോട് കൂടെ ദൈവം ദാനിയേലിനെ ആക്കിവെച്ചു. അവൻ നെബൂഖദ്നേസറിൻ്റെ പ്രധാനമന്ത്രിയായി എന്ന് മാത്രമല്ല, അവനെ ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവിലേക്ക് നടത്തുകയും ചെയ്തു. നോക്കണേ, പാർസി രാജാവായ സൈറസിൻ്റെ കാലം വരെ ദൈവം ദാനിയേലിനെ അവിടെ കാത്തുസൂക്ഷിച്ചു. സൈറസ്
ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാണ് വിളംബരം പോലും ചെയ്തത് എന്ന് നമുക്കറിയാം. ഈ ലോകത്തിലെ ഭരണാധികാരികളോടും ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരോടും ദൈവം എപ്രകാരം തൻ്റെ ദൂത് അറിയിച്ചു എന്നത് ശ്രദ്ധേയമായ കാര്യമത്രേ. പരിശുദ്ധാത്മാവായ ദൈവം ഭരണാധിപന്മാരോട് പറയുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയിലോടെ ഘോഷിച്ചുല്ലസിപ്പീനെന്ന്. അവൻ തുടർന്ന് പറയുന്ന 12-ാം വാക്യം, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെയാണ് പഴയ നിയമത്തിൽ പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരവനെ ചുംബിച്ചു എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? തന്നെ ചുംബിച്ച ശേഷം യേശു യൂദായോട് എന്തു പറഞ്ഞു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുവിനെ പിടിക്കുന്നതിനു വേണ്ടി ജനത്തിന് അവനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് യൂദ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുക. അങ്ങനെ യൂദ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ ചുംബിച്ചു. യേശു അവനോട് എന്താണ് പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവൻ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. നീ വന്ന കാര്യം എന്ത് എന്ന് യേശു യൂദായോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചോദിച്ചത്? യൂദ എന്തിനാണ് തന്നെ ചുംബിച്ചത് എന്ന് യേശുവിന് അറിഞ്ഞുകൂടായിരുന്നോ? നിശ്ചയമായും യേശുവിന് അത് അറിയാമായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് യേശു അവനെ സ്നേഹിത എന്ന് വിളിച്ചത്? എന്താണ് യേശു അർത്ഥമാക്കിയത്? യൂദായേ, പ്രവചന നിവർത്തിക്കായി മാത്രം നീ എന്നെ ചുംബിച്ചു. ഇപ്പോൾ നിനക്ക് തിരിഞ്ഞ് എന്നെ സ്വീകരിപ്പാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രവചന നിവൃത്തിയായി ഇസ്കറിയോത്ത യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്നാൽ യേശു പറയുന്നു, ഇപ്പോൾ എന്നെ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് എന്ന്. അവിടുത്തെ ക്ഷണം എല്ലാവർക്കും എന്നും അതുപോലെയാണ്. എത്ര വലിയ പാപം ചെയ്താലും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനൊരു ക്ഷണമുണ്ട്. താങ്കളത് സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകം നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പഠിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.